സമൂഹത്താൽ ഒറ്റപ്പെട്ടു കഴിയുന്ന കാടിന്റെ മക്കൾക്ക് കൈത്താങ്ങായി റോട്ടറി ക്ലബ് ഓഫ് തേക്കടി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരാത്ത വനമേഖലയെ തന്നെ ആശ്രയിച്ചു കഴിയുന്ന നിരവധിയായ ആദിവാസി സമൂഹങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ഇന്നും ജീവിച്ചു വരുന്നുണ്ട്. രാജ്യത്തിന്റെ പ്രഥമ പൗരയായി ഒരു ആദിവാസി സമൂഹത്തിൽ നിന്നും ഉള്ളവർ വരെ എത്തിയിട്ടും ഇവരുടെ ഉന്നമനങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾ ഇന്നും എങ്ങും എത്തിയിട്ടുമില്ല. ഇത്തരത്തിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിപ്പെടാതെ കഴിയുന്ന കാടിന്റെ മക്കൾക്ക് ഇവർ ഏറെ ദുരിതമനുഭവിക്കുന്ന മഴക്കാലത്ത് ഒരു കൈസഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റോട്ടറി ക്ലബ് ഓഫ് തേക്കടി അംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇവരുടെ ജീവകാരുണ്യ പ്രവർത്തന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് വണ്ടിപ്പെരിയാർ വള്ളക്കടവിലെയും സത്രത്തിലെയും മലംഭണ്ഡാരം വിഭാഗത്തിൽപ്പെട്ട 12ഓളം ആദിവാസി കുടുംബങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തത്. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ വെച്ച് നടന്ന ജീവകാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ റോട്ടറി ക്ലബ് ഓഫ് തേക്കടി പ്രസിഡന്റ് ബാബു എലിയാസ് അധ്യക്ഷനായിരുന്നു. പ്രോഗ്രാം കോർഡിനേറ്റർ MK ദിലീപ് സ്വാഗതം ആശംസിച്ചു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത് ജീവകാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് ഒരു ആഴ്ചത്തെ ആഹാരവും വസ്ത്രവും കൊടുക്കാൻ പറ്റിയാൽ അത് തന്നെ ഒരു വലിയ കാര്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു സാഹചര്യവും നമ്മളൊക്കെ ജീവിക്കുന്ന ജീവിത നിലവാരവും ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഈ സഹായം ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്ന ആളുകളുടെ ഒരു ജീവിത നിലവാരം അവർ ഒരുപക്ഷെ നമ്മളെക്കാൾ സന്തോഷത്തോടു കൂടിയായിരിക്കും ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊക്കെ നൂറുകൂട്ടം പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അവരത്തരത്തിൽ ടെൻഷനും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവിടെ നിന്ന് കടന്നു വരുന്നതിനോ അല്ലെങ്കിൽ സമൂഹത്തിനുള്ള ഈ ലോകം എന്താണെന്ന് അറിയുന്നതിനോ അവരുടെ കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനൊന്നും പറ്റാത്ത ഒരു സാഹചര്യം അവരുടെ മുന്നിലുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഇരിക്കുമ്പോഴാണ് അതേ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുറേ ആളുകൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കാതെയും അല്ലെങ്കിൽ പൊതുസമൂഹവുമായിട്ട് ഇടപഴകി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ ഇന്ത്യയിലുള്ള വ്യത്യസ്തതയിൽ ഒരു വ്യത്യസ്തതയാണിത്. ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത ഭാഷയും ജാതിയും വർഗവും വർണ്ണവും ഒക്കെ ഉള്ളതുപോലെ തന്നെയാണ് ഈ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഇവരെ ചേർത്ത് പിടിക്കാനും ഇവർക്ക് വേണ്ട സഹായം നൽകുന്നതിനും ഇവരെയൊക്കെ ഈ ലോകത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കത്തക്ക രീതിക്ക് ഇവരുടെ മക്കളെയെങ്കിലും പ്രാപ്തരാക്കാൻ എന്ന് നമുക്കൊക്കെ സാധിക്കുമോ അന്നാണ് സത്യത്തിൽ നമ്മളെല്ലാവരും സ്വയം പര്യാപ്തരായി മാറുക എന്നാണ് എനിക്ക് തോന്നുന്നത്. തുടർന്ന് 7ഓളം ആദിവാസി കുടുംബങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ദീപക്, റോട്ടറി ക്ലബ് ഓഫ് തേക്കടി കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ എബിൻ ജോസഫ് പെരുന്നിലും പൊതുപ്രവർത്തകരായ ഷാജി കുരിശുമൂട്, പ്രകാശ്, സുരേഷ്, രാമർ, മറ്റ് റോട്ടറി ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ശേഷം വണ്ടിപ്പെരിയാർ സത്രത്തിലെത്തിയ റോട്ടറി ക്ലബ് അംഗങ്ങൾ ഇവിടുത്തെ 5ഓളം ആദിവാസി കുടുംബങ്ങൾക്കും അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തു. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫർ. പർച്ചേസുകൾക്കൊപ്പം നറുക്കെടുപ്പിലൂടെ 25 സ്വിഫ്റ്റ് കാറുകൾ ബമ്പർ സമ്മാനമായി നേടൂ. കൂടാതെ ഈ ഓണക്കാലം വൈബാക്കാൻ ന്യൂജൻ ഓഫറുകളും ന്യൂജൻ പ്രോഡക്റ്റുകളും ന്യൂജൻ സമ്മാനങ്ങളും. ഓണക്കാലം ഓക്സിജനൊപ്പം ന്യൂജൻ ആക്കൂ. ഈ ഓണം പൊളിയാണ്, വൈബാണ്, വേറെ ലെവലാണ്. ഉടൻ ഓക്സിജൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.